അറിഞ്ഞില്ലേ നിങ്ങള് തിരിച്ചു വിളിച്ചില്ലല്ലോ. അയ്യോ സോറി, ഞാൻ ഓരോതിപ്പോ കളക്ടറേറ്റിലേക്ക് പോവാ. മലപ്പുറത്ത് ഒരു ഹിയറിംഗ് ഉണ്ട്. അല്ലാതെ അതിന്റെ അർത്ഥം ദാസേട്ടന് കാശിന് ആവശ്യമില്ലാന്ന്. എന്താ അങ്ങനെയൊക്കെ പറയണേ? അപ്പൊ തട്ടിപ്പാണല്ലേ? നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുടും നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ആശയുടെ കയ്യില് ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പൈസ ഉണ്ട്. ആ പൈസ ദാസേട്ടന് എത്രയും പെട്ടെന്ന് മേടിച്ചാൽ എനിക്ക് അതിന് കുറച്ച് പൈസ എടുക്കാനാണ്, അല്ലാണ്ട് പുണ്യപ്രവർത്തി ചെയ്യാനല്ല. ഞാൻ പോകൃതരത്തിനോട് നേരം നിറയും ചെറ്റത്തരമല്ലേ നീ കാണിച്ചേ. ഇവനെ ഒന്നും നമ്പാൻ പറ്റൂല. കാശ് തട്ടാൻ വേണ്ടി തന്നെ നമ്മളെ തേടി വന്ന പോലുണ്ട്. എനിക്ക് അതിന്ന് ഒരു 25 ലക്ഷം ഉറുപ്പ്യ എനിക്ക് കിട്ടിയാൽ എനിക്കിപ്പോ ഒരാളെ കൊണ്ട് വിളിച്ച് പഠിച്ചത് എനിക്കൊരു വലിയ പോസ്റ്റ് വരുന്നുണ്ട്, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെയും പറ്റിച്ച് ഇവിടെ ഉള്ളവരെയും മുഴുവൻ പറ്റിച്ച് എത്ര കാലം ഈ കളി കളിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ എനിക്ക് ഈ കള്ളത്തരങ്ങളില്ല, ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയും, എന്താ കാര്യമുള്ളൂ. സത്യസന്ധനായ കള്ളൻ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാ. നിതിൻ ഗഡ്കരിജി 1.5 വർഷം കഴിയുമ്പോ അദ്ദേഹം ഈ ഫീൽഡിൽ നിന്ന് മാറാൻ പോവാ. അപ്പൊ അവിടെ കിടക്കുന്ന 1 കോടി റുപ്യ നമുക്ക് മേടിക്കണോ വേണ്ടയോ? നിങ്ങളെങ്കിൽ നോണ പ്രചരിപ്പിക്കരുത്. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം, പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ? അല്ല അതിപ്പോ പിന്നെ കിട്ടും ഈ 20-ാം തീയതി കിട്ടും പറഞ്ഞിരിക്കണേ. അത് ചെക്ക് ചെയ്തെടുത്തോളോ, ഇല്ലെങ്കിൽ അത് കിട്ടിക്കാനുള്ള പരിപാടി അവിടെ നോക്കാം. ഇത്രയും കാലം നീ എല്ലാരും പറ്റിച്ചു. ഇങ്ങനെ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. അല്ല ദാസേട്ടൻ അയാളുടെ നമ്പർ സുരേന്ദ്രൻ സാറിന്റെ നമ്പർ തന്നാ ഞാൻ വിളിച്ചിടപെടാം. ഞാൻ പറയാം സാർ, ഈ വിഷയത്തില് നമ്മുടെ തന്നെ പാർട്ടിക്കാരായതുകൊണ്ട് ഇത് ഇവിടെ നിൽക്കില്ല. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. നേരിട്ട് മുകളിൽ പരാതി കൊടുത്തിട്ട് രഹസ്യമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാനുള്ള ഒരാളെ പറഞ്ഞിട്ടുണ്ട്. അയാൾ വിചാരിച്ച് ഈ പാവത്തിന്റെ കാശ് വാങ്ങി കൊടുക്കാനുള്ള പരിപാടിയാണ്. ഞാനാണ് ഇയാളത് കഴിഞ്ഞു. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒരുത്തിനെയും ഞങ്ങൾ വെറുതെ വിടില്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.